മന്ത്രവാദവും പീഡനവും ഉള്ളതല്ലേ? നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. ഇപ്പോൾ ഈ അവസാനമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. ഈ അവസാനമായിട്ട് ഒരു തന്ത്രി ഉണ്ടല്ലോ, മുരാരിയോ അങ്ങനത്തെ ആൾ, അയാൾ ഈ ചാനലിലൊക്കെ വന്നിരുന്നിട്ട് ഭയങ്കര ഘോര പ്രസംഗം നടത്തുന്ന ആളാണ്. ഞാനൊരു പ്രശ്നം നോക്കുന്ന ആളാണ്. ഞാൻ പ്രശ്നം നോക്കുന്നുണ്ട്. ഞാൻ 22 വർഷം കൊണ്ട് നോക്കുന്നുണ്ട്. ഇന്ന് വരെ ഞാൻ ഒരുപാട് ഇതുപോലെ ഇപ്പോൾ ബാധ ഒഴിപ്പിക്കുന്നു പറയുന്നില്ലേ, ബാധ ഒഴിപ്പിക്കുന്നു പറഞ്ഞങ്ങനെ പറയുന്നതാണ്. ഒരു ദോഷം മാറ്റുന്നു എന്ന് ഞാൻ പറയുന്നു, ബാധ ഒഴിപ്പിക്കുന്നു പറയുന്നില്ല. ഞാൻ ആ പറയുന്ന കാര്യം ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വരെ ഒരു വ്യക്തിയും എൻ്റെ വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ടില്ല. എൻ്റെ ആവശ്യം എനിക്കില്ലാത്തതുകൊണ്ടാണ്. അതിനുള്ള കാരണം പറഞ്ഞുതരാം. അതായത് നമുക്കൊരു ആളിൻ്റെ ശരീരത്തിന് ബാധയുണ്ട് അല്ലെങ്കിൽ ഒരു ദോഷമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ ആ ആൾ വരാതെ തന്നെ അതിനെ മാറ്റാനും കഴിവുണ്ടാവണം. അല്ലാതെ ആ ആളിനെ തന്നെ വരുത്തിയതിനു ശേഷം മാറ്റണം എന്ന് പറയുന്ന പ്രക്രിയ എനിക്ക് യോജിപ്പില്ല. നമ്മളെ സിനിമകളിൽ കണ്ടിട്ടില്ലേ, ഭയങ്കരമായിട്ട് ആളിനെ ഇരുത്തി ചൂരൽ വടി കൊണ്ട് അടിക്കുന്നു, ദേഹത്തുനിന്ന് ഒഴിഞ്ഞു പോ എന്ന് പറയുന്നു. അതൊക്കെ അതൊന്നും റിയാലിറ്റി അല്ല. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വടി കൊണ്ട് അടിക്കുന്നത് അവർക്ക് വേദനിക്കും. എൻ്റെ അനുഭവത്തിൽ, എൻ്റെ അറിവിൽ ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള അങ്ങനെ ഒഴിപ്പിക്കുന്ന ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് ഒന്നും എൻ്റെ വീട്ടിൽ വെച്ച് ചെയ്തിട്ടില്ല. ഞാനെങ്ങും പോയിട്ടുമില്ല. ഞാൻ ആർക്കെങ്കിലും ഒരു കർമ്മം നടത്തുന്നെങ്കിലും ഞാൻ ആരെയും വീട്ടിൽ വരുത്താറില്ല. ഞാൻ അങ്ങോട്ട് പോകാറുമില്ല. കാരണം ഞാൻ ഉപാസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സാന്നിധ്യത്തിൽ ശക്തിയെ സാക്ഷിയാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ആ ശക്തി മതി. അതുകൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ കഴിയണം. അതാണ് കഴിവെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ബാധയുണ്ട്, ബാധ ഒഴിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വ്യക്തികളെടുത്ത് നിങ്ങൾ പോകുമ്പോൾ ഇതുപോലെ ബാധ ഒഴിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളവിടെ കൊണ്ട് ചെല്ലണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ പ്രസൻസിൽ വേണം ചെയ്യാനായിട്ട്. ഇനി അഥവാ നിങ്ങൾ പോവുകയാണെങ്കിൽ രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് അവരുടെ പ്രസൻസിലാണ് ചെയ്യാനുള്ളത്. അല്ലാതെ ആരുടെയും മുന്നിൽ ചെയ്യാൻ കഴിയില്ല, ഇത് തനിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ആ മന്ത്രവാദി അല്ലെങ്കിൽ ആ പൂജാരി ആരോ ആയിക്കോട്ടെ അവർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ചതിയുണ്ട്. ദൈവം അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു മോശമായ ഒരു ശക്തിയെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആരുടെ മുമ്പിൽ വെച്ചും അതിൻ്റെ മോശമായ ശക്തിയെ മാറ്റാനുള്ള കഴിവുണ്ടാവണം. അല്ലാതെ അച്ഛനും അമ്മയുടെ മുമ്പിൽ വെച്ച് മാറ്റാൻ പറ്റത്തില്ല, തനിച്ചാണ് കൊണ്ടുപോയി മാറ്റാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആ കാര്യമാണ് തെറ്റെന്ന് പറയുന്നത്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ചതികളിൽ നിങ്ങൾ പെടാതിരിക്കുക. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. എന്നിട്ടും ഈ ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് എനിക്കറിയത്തില്ല. ദയവുചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പോകുമ്പോൾ അതിൻ്റെ പരിഹാര കർമ്മം തനിച്ച് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കുക. ഒപ്പം ഇരുത്തി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറയുക. ഇല്ലാത്തത് നിങ്ങൾ ഒഴിവാക്കുക. എന്തിനാണ് പോകുന്നത്? ഈ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, ദൈവവിശ്വാസികളായി ജീവിക്കുക. അന്ധമായി ഒന്നിനെയും വിശ്വസിക്കരുത്. ഒരു കാര്യവും നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതമാണ് തകർന്നു പോകുന്നത്. ഇപ്പോൾ എൻ്റെ അടുക്കൽ പ്രശ്നമൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. ഞാൻ അനാവശ്യമായിട്ടൊരു പൂജകൾ ചെയ്യിക്കാറില്ല. കഴിവതും ഞാൻ പ്രാർത്ഥനകൾ പറഞ്ഞു കൊടുക്കും. അവരുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചോളാൻ പറയും. ഇപ്പോൾ ഒരു കർമ്മം ഒരാൾക്ക് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വരുത്തേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ആ സമയം പറയും. ഞാൻ കർമ്മം ചെയ്യുന്ന സമയം അവരോട് പറയും. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ പറയത്തുള്ളൂ. അതവർക്കത് അനുഭവത്തിൽ വരുന്നുണ്ട്, അവർക്ക് ശരിയാവുന്നുണ്ട്. അതെങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു ഉപാസന ശക്തി ഉണ്ട്, അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് അത് അനുഭവങ്ങൾ തരുന്നു എങ്കിൽ
ഒരാളുടെ ബാധയെ ഒഴിപ്പിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഞാനിതുവരെ ചെയ്തിട്ടുമില്ല. അവരോട് പറയും ഞാൻ ഈ സമയത്ത് ചെയ്യും, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറയും, അത് പ്രാർത്ഥിക്കും, അത് ഒഴിവാകും. ഇപ്പോൾ അവരെ മുമ്പിലിരുത്തിയിട്ട് ഭയങ്കരമായ പൂജകളും ചെയ്ത് കളവും വരച്ച് അവരെ ദേഹത്ത് അടിച്ച് അങ്ങനെയാണ് ബാധ ഒഴിപ്പിക്കുന്നത്. അതൊക്കെ സിനിമയിൽ കാണിക്കുന്ന ഒരു ഫാൻറ്റസിയാണ്. അതൊക്കെ നമുക്കൊരു സിനിമയുടെ ആ ഒരു രംഗങ്ങളൊന്നും കൊഴുപ്പായിട്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയതിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 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 വിദേശത്ത് നിൽക്കുന്ന ഒരാൾ, അയാൾക്ക് എന്തെങ്കിലും ദോഷമുണ്ട്, നമ്മളെന്താ അവിടെ പോകുമോ അല്ലെങ്കിൽ വിളിച്ചു വരുത്തുമോ? എൻ്റെ ഒരാവശ്യമില്ല. ഞാൻ ഇതുപോലെ മന്ത്രവാദങ്ങൾ ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അതിനെ കണ്ടുപിടിക്കാൻ കഴിവുണ്ട് എങ്കിൽ ആ ആളിനെ വരുത്താതെ അതിനെ ഒഴിവാക്കി കൊടുക്കാനുള്ള കഴിവും നിങ്ങൾക്കുണ്ടാവണം. മാതാപിതാക്കളോട് ഒരു വാക്ക്, ഇത്തരത്തിലുള്ള ചതിയിൽ നിങ്ങൾ പെടാതിരിക്കുക, ശ്രദ്ധിക്കുക.